നമസ്കാരം, ഞാൻ ജെറീന. കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. അരുംകൊലയിൽ തമ്മിലടി. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബിന്റെ കൊലപാതകത്തിൽ സിപിഎമ്മിനും ജില്ലാ കളക്ടർക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ. സിപിഎം നേതാക്കൾക്ക് സംഭവത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ പി ജയരാജൻ മറുപടി പറയണം. കസ്റ്റഡിയിലുള്ളത് ഡമ്മി പ്രതികൾ. സമാധാന യോഗം വിളിക്കാൻ പോലും കളക്ടർ തയ്യാറാകുന്നില്ലെന്നും ഇത് കൊലപാതകത്തോടുള്ള സർക്കാർ സമീപനത്തിന് തെളിവെന്നും പ്രതികരണം. അതേസമയം കസ്റ്റഡിയിലെടുത്തവർ സ്വയം കീഴടങ്ങിയതല്ലെന്ന് പോലീസ്. RSS പ്രവർത്തകൻ വിനീഷിനെ കൊന്ന കേസിലെ പ്രതികളായ ആകാശ് തില്ലങ്കേരി, റിജിൻ രാജ് എന്നിവരെ ഇന്നലെ രാത്രിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇവരുടെ അറസ്റ്റ് ഇന്നുണ്ടായേക്കും. പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് ഇവരെന്ന് അന്വേഷണ സംഘം. കസ്റ്റഡിയിലെടുത്ത 5 പേരെയും ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുന്നു. CPM ജില്ലാ നേതാവിന്റെ ബന്ധുവും കേസിൽ ഉൾപ്പെട്ടതായി വിവരം. അതിനിടെ പ്രതികളെ പിടികൂടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കൊലയാളികൾക്കെതിരെ രാഷ്ട്രീയ പരിഗണന കൂടാതെ നടപടി സ്വീകരിക്കുമെന്നും കാന്തപുരം. മുഖം മിനുക്കാൻ KPCC. അനിശ്ചിതത്വങ്ങൾക്കും എതിർപ്പുകൾക്കും ഒടുവിൽ കേരളത്തിൽ നിന്നുള്ള AICC അംഗങ്ങളുടെ പട്ടിക തയ്യാറായി. 38 പേരുടെ പട്ടിക KPCC പാർട്ടി ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചു. MP-മാരെല്ലാം ഇടം പിടിച്ച പട്ടികയിൽ നിന്ന് ഇക്കുറി ഒഴിവായത് മുതിർന്ന നേതാവ് വൈക്കം പുരുഷോത്തമൻ ഉൾപ്പെടെയുള്ളവർ. പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MM ഹസൻ, ഉമ്മൻചാണ്ടി, VM സുധീരൻ എന്നിവരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച്. പട്ടികയിൽ വനിതാ യുവജന പ്രാതിനിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് നേതാക്കൾ. അംഗങ്ങളുടെ പട്ടിക തയ്യാറാക്കിയതിൽ നേരത്തെ വ്യാപക പ്രതിഷേധം ഉയർന്നതിനാൽ നേതൃത്വം AICC പട്ടിക തയ്യാറാക്കിയത് അതീവ രഹസ്യമായി. സമവായം തേടി സർക്കാർ. നിരക്ക് വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകൾ നടത്തുന്ന അനിശ്ചിതകാല സമരം തുടരുന്നു. പ്രതിഷേധം അവസാനിപ്പിക്കാൻ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് ചർച്ച. യോഗം വൈകിട്ട് 4-ന് കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ. മിനിമം നിരക്ക് 8-ൽ നിന്ന് ഒരു കാരണവശാലും ഉയർത്താനാവില്ലെന്ന് സർക്കാരും നിരക്ക് വർധന അപര്യാപ്തമെന്ന ബസ് ഉടമകളും നിലപാട് കടുപ്പിച്ചിരിക്കെ ഇന്നത്തെ യോഗം നിർണായകം. ഗതാഗത മന്ത്രി ബസ് ഉടമകളെ വീണ്ടും ചർച്ചയ്ക്ക് വിളിക്കുന്നത് സമരം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ. മിനിമം നിരക്ക് 10 രൂപയാക്കണമെന്ന ആവശ്യത്തിനു പുറമെ വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കി ഉയർത്തണമെന്ന ആവശ്യവും ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കും. 24 വയസ്സിന് മുകളിലുള്ളവർക്ക് വിദ്യാർത്ഥി കൺസെഷൻ അനുവദിക്കാൻ പാടില്ലെന്നത് അടക്കമുള്ള രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുക, 140 കിലോമീറ്ററിന് മുകളിലുള്ള പെർമിറ്റുകൾ റദ്ദാക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ ഉന്നയിക്കും. അതേസമയം സ്വകാര്യ ബസ് സമരത്തെ തുടർന്ന് KSRTCക്ക് ലഭിച്ചത് 1,22 ലക്ഷം രൂപയുടെ അധിക വരുമാനം. ഇന്നലെ മാത്രം യാത്രയ്ക്കായി KSRTC ആശ്രയിച്ചത് 10 ലക്ഷത്തിലധികം യാത്രക്കാർ. സമരം നേരിടാൻ 219 അഡീഷണൽ സർവീസും 2346 അഡീഷണൽ ട്രിപ്പും നടത്തി. ഇന്നും അധിക സർവീസ് നടത്തുമെന്ന് KSRTC അധികൃതർ. വിധിയെഴുതി ത്രിപുര. കോൺഗ്രസിന് സാക്ഷിയാക്കിയ CPM-ഉം BJP-യും നേർക്കുനേർ പോരാട്ടം നടത്തുന്ന ത്രിപുരയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഇതുവരെ രേഖപ്പെടുത്തിയത് മികച്ച പോളിംഗ്. 60-അംഗ നിയമസഭയിലെ 59 സീറ്റുകളിൽ വോട്ടെടുപ്പ് വൈകിട്ട് 5 മണി വരെ. മത്സരരംഗത്തുള്ളത് 497 സ്ഥാനാർത്ഥികൾ. മുഖ്യമന്ത്രി മണിക് സർക്കാർ അഗർത്തലയിലും BJP സംസ്ഥാന അധ്യക്ഷൻ ബിപ്ലബ് കുമാർ ദേബ് ഉദയ്പൂരിലും വോട്ട് രേഖപ്പെടുത്തി. 25 വർഷമായി അധികാരത്തിൽ തുടരുന്ന CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് ഇക്കുറി BJP ഉയർത്തുന്നത് കനത്ത വെല്ലുവിളി. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള ത്രിപുരയിൽ ആധിപത്യം നേടാൻ ഇൻഡിജിനസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുര എന്ന പ്രാദേശിക പാർട്ടിയുമായി കൈകോർത്താണ് BJP-യുടെ പോരാട്ടമെങ്കിൽ CPM പ്രതീക്ഷ അർപ്പിക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മണിക് സർക്കാരിന്റെ പ്രതിച്ഛായയിൽ. വിജയമുറപ്പിക്കാൻ പ്രചരണത്തിൽ BJP ഇറക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ. തലസ്ഥാനമായ അഗർത്തലയെ ഇളക്കിമറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് പടുകൂറ്റൻ റാലി. ഈ മാസം മാത്രം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ത്രിപുരയിൽ മോദി എത്തിയത് 2 തവണ. സംസ്ഥാനത്ത് BJP ശക്തി വർദ്ധിപ്പിച്ചതോടെ തിരിച്ചടി കിട്ടിയത് കോൺഗ്രസിന് തലവേദനയാകുന്നത് കഴിഞ്ഞ ഇലക്ഷനിൽ പാർട്ടി ടിക്കറ്റിൽ ജയിച്ച 6 പേരും പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്കും അതുവഴി BJP-യിലേക്കും ചേക്കേറിയത്. തട്ടിപ്പിന്റെ നീണ്ട കഥ. നീരവ് മോദിയുടെ ബാങ്ക് വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3 പേർ അറസ്റ്റിലായതിനു പിന്നാലെ കൂടുതൽ അന്വേഷണവുമായി CBI. പഞ്ചാബ് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നീരവും സംഘവും പണം തട്ടിയത് 7 ബാങ്കുകളുടെ വിദേശ ശാഖകളിൽ നിന്നെന്ന് CBI പ്രഥമ വിവര റിപ്പോർട്ട്. ആദ്യം രജിസ്റ്റർ ചെയ്ത 280 കോടിയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജനുവരി 31-ന് തന്നെ 3 പേരും CBIയുടെ വലയിലായിരുന്നുവെന്നും വിവരം. വിവിധ ബാങ്കുകളിൽ നിന്നായി 11,300 കോടി തട്ടിയ സംഭവത്തിൽ ഇന്നലെ അറസ്റ്റിലായത് പഞ്ചാബ് ബാങ്കിന്റെ മുൻ ഡെപ്യൂട്ടി മാനേജർ, മുൻ സിംഗിൾ വിൻഡോ ഓപ്പറേറ്റർ, നീരവ് മോദി ഗ്രൂപ്പ് പ്രതിനിധി എന്നിവർ. അറസ്റ്റിലായ ബാങ്ക് ജീവനക്കാരാണ് കോർ ബാങ്കിംഗ് സിസ്റ്റത്തിൽ രേഖപ്പെടുത്താതെ നീരവ് മോദിക്ക് കോടികളുടെ സമ്മതപത്രം നൽകിയതെന്ന് CBI. നീരവ് 1-ാം പ്രതിയായി FIR-ലുള്ളത് ആകെ 12 പ്രതികളുടെ പേര്. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പ്രധാന വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം ബെൻഷ് ചേരും. നമസ്കാരം.